ഹായ്, ഇന്ന് നമുക്കൊരു അടിപൊളി ചക്ക വരട്ടിയുടെ റെസിപ്പിയാണേ. ചക്ക വരട്ടി എന്ന് കേൾക്കുമ്പോൾ മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എനിക്ക് ഇത്രയും നാൾ ഉണ്ടാക്കാൻ മടിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്തത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്തു. അത് വെറും 20 മിനിറ്റ് കൊണ്ട് തന്നെ ഞാൻ ഈ ചക്ക വരട്ടി ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ചക്ക കിട്ടിയിരുന്നു. പക്ഷേ ആ ചക്കയ്ക്ക് തീരെ മധുരമില്ലായിരുന്നു. പിന്നെ അഞ്ജലി അമ്മയും കൂടെ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നതല്ലേ എന്ന് വെച്ചാൽ ഞാനത് കളഞ്ഞില്ല. എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഈ ചക്കയിൽ നിന്നും കുരുവൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു. ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ ചക്ക നല്ല സോഫ്റ്റായിട്ട് വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ജോലികളൊക്കെ തലേ ദിവസം ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു ടിപ്പ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാൻ പോകണം. അരച്ചെടുക്കാമെന്ന് വെച്ചാൽ വെള്ളം ഒന്നും ചേർക്കരുത് തീരെ. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായി വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുകയാണേ. പിന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചക്ക വരട്ടി ഇരിക്കുകയില്ല, കൂടുതൽ ദിവസം ഇരിക്കുകയില്ല. കൂടെ മാത്രമല്ല അത് വരട്ടിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. ഇപ്പോൾ തീരെ വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിത് അളന്ന് കാണിക്കാം കേട്ടോ. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പാണ്, സ്റ്റാൻഡേർഡ് മെഷറിങ് കപ്പാണേ. അതിൽ 2 കപ്പ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ചക്കയുടെ പൾപ്പ്. ഒരു ചെറിയ ചക്കയായിരുന്നു കേട്ടോ. അതിൻ്റെ മുഴുവൻ ഭാഗം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് മാറ്റി വെച്ചിരുന്നു. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഏലക്കായ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 10-20 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് കറക്റ്റായിരുന്നു, കൂടുതലൊന്നും ആയിട്ടില്ല മണം. പിന്നെ ഞാൻ ഒരിക്കലും ഏലക്കായുടെ തോലെടുക്കാറില്ല. തോലടിച്ച് കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് പൊടിയുമില്ല, ചക്ക വരട്ടിയിൽ കയറി കടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോലടിച്ച് മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് തോല് മാറ്റിയെടുക്കുകയാണേ. തോല് അരഞ്ഞു പോവാതെ വേണം അടിച്ചെടുക്കാനായിട്ട്. ജസ്റ്റ് 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കിട്ടും കണ്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ തോലൊക്കെ എടുത്ത് മാറ്റാനും പറ്റും. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ ഈ ഏലക്കായ മാത്രമായിട്ട് പൊടിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ചക്കയ്ക്ക് ചുക്കെന്നാണല്ലോ പറയുന്നതുകൊണ്ട് 1/2 ഇഞ്ച് നീളത്തിലുള്ള ചുക്കിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഒരിക്കലും ചുക്കിൻ്റെ കഷ്ണം മുന്നിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ചുക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയുന്ന പോലും ഇല്ലായിരുന്നു. ആ മിക്സിയിൽ പൊടിച്ചുകൊണ്ട് വന്നേ. ഇനിയിപ്പം ക്യാമറയിൽ കാണുന്നതുകൊണ്ടാണ് ചുക്ക് വലിയതായി തോന്നിയത് കേട്ടോ. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കാനായിട്ട് എടുക്കുവാണേ. സാധാരണ നല്ല മധുരമുള്ള ചക്കയാണെങ്കിലും ചക്കയുടെ ഹാഫ് മതിയാവും അളവിൽ ശർക്കര മതിയാവും. പക്ഷേ ഇതിപ്പോൾ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 കപ്പിന് ചക്കയ്ക്ക് ഒരു 1.5-1.25 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മധുരം ഇത്തിരി കൂടുതൽ ഇഷ്ടമായത് കൊണ്ടാണ് അങ്ങനെ ഇട്ടത്. പക്ഷേ മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെയാണ് ഞാൻ ഒഴിച്ചത്. ഇനി വേറൊരു ടിപ്പ് പറയാം. ഇൻഡക്ഷൻ കുക്കറിൽ നല്ല പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്ത് കിട്ടി കേട്ടോ. സ്റ്റൗവിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത്ര പെട്ടെന്ന് കുക്കായി കിട്ടുന്നുള്ളത്. അപ്പോൾ ശർക്കര ഉരുക്കാനും എല്ലാം വളരെ ഫാസ്റ്റായിട്ട് ഇൻഡക്ഷൻ കുക്കറിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സോളാറും കൂടെ വെച്ചതുകൊണ്ട് എനിക്കിപ്പം ഇൻഡക്ഷൻ കുക്കറൊക്കെ വളരെ ലാവിഷായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ ശർക്കര കുരുക്കി 1 നൂൽപ്പരുവോ 2 നൂൽപ്പരുവോ ഒന്നും ആവണ്ട. എല്ലാ കട്ടകളും ഉടഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഈ കടായി എടുക്കുമ്പോഴത്തേക്കും കടായി നല്ല കുഴിവുള്ള ഒരു ടൈപ്പ് കടായി എടുക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ പുറത്തേക്കൊന്നും തെറിച്ച് പോകാതിരിക്കും. പക്ഷേ അങ്ങനെ എനിക്ക് ചക്ക തെറിച്ചൊന്നും പോയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കടായി ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ 500 വാട്ട്സിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് ആവുകയും ചെയ്തു. അടുക്കി പിടിക്കുകയും ചെയ്തില്ല. എപ്പോഴും ഇളക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇനി ആ ചക്കയുടെ പൾപ്പും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊന്ന് ചക്കയുടെ വെള്ളത്തിൻ്റെ അംശമാണ്, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ വലിയൊരു തടിക്കൈയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കയ്യിലേക്ക് അങ്ങനെ തെറിച്ചാലോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ ഒന്നും തെറിച്ചൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരുപാട് പൊട്ടിത്തെറിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല. പക്ഷേ ശർക്കര ചേർക്കുന്നതിന് മുൻപ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ഒരു 5 മിനിറ്റ് ഞാനതൊന്ന് ഇളക്കിയെടുത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ വെള്ളമൊക്കെ വറ്റി. ഇനി ശർക്കര ചേർത്ത് മുഴുവൻ ശർക്കരയും ഞാൻ അതിലേക്ക് ചേർത്ത് 1.25 കപ്പ് ശർക്കരയും ഉരുക്കിയത് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തന്നെത്താനെ നന്നായിട്ട് മിക്സായി വന്നോളും. നമ്മൾ കട്ടയൊന്നും ഉടയ്ക്കാനൊന്നും പോകണ്ട കേട്ടോ. നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് തന്നെ അത് വരുന്നുണ്ടായിരുന്നു. ശർക്കരയും കൂടി ഇട്ടപ്പോൾ നല്ല മണമാണ്. ശർക്കരയും നെയ്യും ചക്കയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണമാണ് കേട്ടോ വീട് മുഴുവനും വരുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഒരു മധുരത്തിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ടോ, കുറുക്കി വരുന്നുണ്ട് ചക്കയൊക്കെ. അപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ചു. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ആദ്യം കടായിൽ വെറുതെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിരുന്നു. ഇപ്പം ചക്കയൊക്കെ ഇട്ടതിന് ശേഷം ശർക്കരയൊക്കെ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തത്. പിന്നെ നെയ്യുടെ അളവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ.
കുറച്ച് നാൾ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു 15 മിനിറ്റൊക്കെ ആയി കേട്ടോ. 15 മിനിറ്റ് ആയപ്പോൾ ഞാൻ ആ ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടു. പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റി തോന്നുന്നത് കേട്ടോ. ഏലക്കായ, ചുക്ക്, പഞ്ചസാര ഇത് മൂന്നും കൂടെ പൊടിച്ചത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഞാനൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെയാണോ ചക്ക വരട്ടുന്നതെന്നും കൂടെ പറയണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇങ്ങനെ ഇട്ടു, നെയ്യിട്ടു. അപ്പോൾ ആകെ 4 ടേബിൾ സ്പൂൺ നെയ്യിലാണ് ഞാൻ ഈ ചക്ക വരട്ടിയെടുക്കുന്നത്. ആ സ്പൂൺ കൊണ്ട് കോരി എടുത്ത് നോക്കിയപ്പോൾ അതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ പരുവത്തിൽ ഞാനങ്ങ് നിർത്തുവാണ്. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി എടുത്ത് വരട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പൊതുവേ കുറച്ച് ക്ഷമ കുറവുള്ളത് കൊണ്ടും പിന്നെ ചക്ക വരട്ടിയൊന്നും എൻ്റെ വീട്ടിൽ അധികം ദിവസം ഇരിക്കില്ല എന്നുള്ളത് കൊണ്ടും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു നെറ്റിട്ടിട്ട് ഞാനത് മൂടി വെക്കുവാണേ. പാത്രം ഒന്നും വെച്ച് അടച്ചൊന്നും വെക്കരുത്, അതിൽ വെള്ളം വീഴരുത്, സ്റ്റീമൊന്നും. അപ്പം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ എന്താ നല്ല കറക്റ്റ് ടെക്സ്ചറായിട്ടുള്ള ചക്ക വരട്ടി തന്നെയാണ് എനിക്ക് വന്നിരിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. വീട് മുഴുവൻ മണം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. എല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. മധുരവും ഏലക്കായും ചുക്കും എല്ലാം തന്നെ വളരെ കറക്റ്റായിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പം എന്താ പറയുക, ഹൈപ്പ് വരുവാണെങ്കിൽ ഹൈപ്പും കൂടെ ചെയ്യണേ. അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.